ഡിയർ ഫ്രണ്ട്സ്, നീനാസ് PSC പോയിൻറ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയുടെ 4ാമത്തെ സീരീസായി ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന വീഡിയോ ഷെഡ്യൂൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണഘടനയിലെ പട്ടികകൾ. 1949 നവംബർ 26 അംഗീകരിച്ച ഭരണഘടനയിൽ പട്ടികകളുടെ എണ്ണം 8, ഭാഗങ്ങൾ 22, അനുച്ഛേദങ്ങൾ 395 എന്നിങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. നിയമനിർമ്മാണങ്ങളിലൂടെ അവയുടെ എണ്ണം ഇപ്പോൾ മാറിക്കഴിഞ്ഞു. പട്ടികകൾ 12, ഭാഗങ്ങൾ 25, അനുച്ഛേദങ്ങൾ 470 എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. എന്താണ് ഷെഡ്യൂൾ അഥവാ പട്ടിക? ഷെഡ്യൂൾസ് ആർ ബേസിക്കലി ടേബിൾസ് which contain additional details not mentioned in the articles. അനുച്ഛേദങ്ങളിൽ പറഞ്ഞിട്ടില്ലാത്ത കൂടുതൽ വിവരങ്ങളും വിശദീകരണങ്ങളും ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയവയാണ് പട്ടികകൾ. ഇന്ത്യൻ ഭരണഘടനയിൽ ആദ്യമുണ്ടായിരുന്നത് 8 പട്ടികകൾ. ഇപ്പോൾ ഉള്ളത് 12 പട്ടികകൾ. 8 നിന്ന് 12 പട്ടികകളുടെ എണ്ണം വളർന്നത് 4 ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ്. അവ ഏതെന്ന് നോക്കാം. 1-ാം ഭരണഘടനാ ഭേദഗതി 1951. ഈ ഭേദഗതിയിലൂടെയാണ് 9-ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. 52-ാം ഭരണഘടനാ ഭേദഗതി 1985. ഇതിലൂടെ കൂട്ടിച്ചേർത്തത് 10-ാം പട്ടിക. 73-ാം ഭരണഘടനാ ഭേദഗതി 1992. ഇതിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 11-ാം പട്ടിക. 74-ാം ഭരണഘടനാ ഭേദഗതി 1992. ഇതിലൂടെ കൂട്ടിച്ചേർത്തത് 12-ാം പട്ടിക. 9th ഷെഡ്യൂൾ ആസ് പെർ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1951. 10th ഷെഡ്യൂൾ ആസ് പെർ 52nd Amendment Act 1985. 11th Schedule as per 73rd Amendment Act 1992. 12th Schedule as per 74th Amendment Act 1992. 9, 10, 11, 12 എന്നീ പട്ടികകൾ കൂട്ടിച്ചേർക്കാൻ പാസാക്കിയ ഭരണഘടനാ ഭേദഗതികൾ 1, 52, 73, 74. ആദ്യത്തേത് 1-ാം ഭേദഗതി. രണ്ടാമത്തേത് 52. അതിൻ്റെ അവസാനമക്കം ശ്രദ്ധിക്കുക, 2. മൂന്നാമത്തേത് 73. അതിൻ്റെ അവസാനമക്കം 3. നാലാമത്തേത് 74. അതിൻ്റെ അവസാനമക്കം 4. 1, 2, 3, 4 എന്ന ക്രമത്തിലാണ് ഈ ഭേദഗതികൾ. 1, 52, 73, 74 എന്നീ ഭേദഗതികളുമായി ബന്ധപ്പെട്ട പട്ടികകൾ യഥാക്രമം 9, 10, 11, 12. 1-ാം ഭരണഘടനാ ഭേദഗതിയുടെ വർഷം 1951. അത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം. 52-ാം ഭരണഘടനാ ഭേദഗതിയുടെ വർഷം 1985. അത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ കാലം. 73, 74 ഭരണഘടനാ ഭേദഗതികളുടെ വർഷം 1992. അത് പ്രധാനമന്ത്രി PV നരസിംഹറാവുവിൻ്റെ കാലം. ഇന്ത്യൻ ഭരണഘടനയിലെ ഷെഡ്യൂളുകളെ ക്രമമായി ഓർക്കാൻ ഇനിയൊരു കോഡ്. വളരെ ജനപ്രിയമായി സാർവത്രികമായി ഉപയോഗിച്ചു വരുന്ന കോഡ് തന്നെ ഇവിടെയും പറയാം. കോഡ് ഇതാണ്: TS ഓഫ് ഓൾഡ് PM, TEARS TS, OF ഓഫ്, OLD ഓൾഡ്, PM PM, TS ഓഫ് ഓൾഡ് PM. TS ഓഫ് ഓൾഡ് PM എന്നതിലെ ഓരോ അക്ഷരവും ക്രമത്തിൽ ഓരോ പട്ടികയെ സൂചിപ്പിക്കുന്നു. 1-ാമത്തെ ഷെഡ്യൂൾ. 1-ാം ഷെഡ്യൂളിനെ സൂചിപ്പിക്കുന്നത് ആദ്യത്തെ അക്ഷരമായ T. T എന്നാൽ ടെറിട്ടറി. T എന്നാൽ ടെറിട്ടറി. സ്റ്റേറ്റ്സിൻ്റെയും യൂണിയൻ ടെറിട്ടറീസിൻ്റെയും, അതായത് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പേരുകൾ
ഭൂമിശാസ്ത്ര പരിധി എന്നിവ അടങ്ങിയതാണ് ഒന്നാം ഷെഡ്യൂൾ. പുതിയ സംസ്ഥാനങ്ങളോ കേന്ദ്രഭരണ പ്രദേശങ്ങളോ രൂപീകരിക്കുമ്പോൾ, റദ്ദാക്കുമ്പോൾ, അതിർത്തി മാറുമ്പോൾ ഏത് ഷെഡ്യൂളിലാണ് അവ മാറ്റം വരുത്തേണ്ടത് എന്ന് ചോദിച്ചാൽ ഒന്നാം ഷെഡ്യൂൾ. രണ്ടാം ഷെഡ്യൂൾ. രണ്ടാമത്തെ ഷെഡ്യൂളിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ഇ. ഇ എന്നാൽ ഇമോള്യുമെൻറ്റ്സ് അഥവാ ശമ്പളം. ഇന്ത്യയുടെ പ്രസിഡന്റ്, സംസ്ഥാന ഗവർണർമാർ, ലോക്സഭയുടെ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ, രാജ്യസഭയുടെ ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ, സംസ്ഥാന അസംബ്ലിയിലെ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ, സംസ്ഥാന കൗൺസിലിലെ ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ, സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജിമാർ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നിവരുടെ ശമ്പളം, അലവൻസ്, മറ്റാനുകൂല്യങ്ങൾ എന്നിവ പ്രതിപാദിക്കുന്നതാണ് രണ്ടാം ഷെഡ്യൂൾ. പ്രസിഡന്റ്, ഗവർണർ, സ്പീക്കർ, സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്, CAG തുടങ്ങി മേലെ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫങ്ഷണറീസിൻ്റെ ശമ്പളത്തെ വിശദീകരിക്കുന്നതാണ് രണ്ടാം ഷെഡ്യൂൾ. പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, MP, MLA തുടങ്ങിയവർ ഈ ഷെഡ്യൂളിൽ പെടുന്നില്ല. മൂന്നാം ഷെഡ്യൂൾ. മൂന്നാമത്തെ ഷെഡ്യൂളിനെ സൂചിപ്പിക്കുന്ന അക്ഷരം എ. എ എന്നാൽ അഫർമേഷൻ ആൻഡ് ഓത്ത്, അതായത് ദൃഢപ്രതിജ്ഞ, സത്യവാചകം. കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ, പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, പാർലമെൻറ്റ് അംഗങ്ങൾ, നിയമസഭയിലെ അംഗങ്ങൾ, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് ജഡ്ജിമാർ, CAG തുടങ്ങിയവർ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ചൊല്ലേണ്ട സത്യപ്രതിജ്ഞ വാചകങ്ങളാണ് മൂന്നാം ഷെഡ്യൂളിലുള്ളത്. സ്ഥാനമേറ്റെടുക്കും മുമ്പ് ചൊല്ലേണ്ട സത്യപ്രതിജ്ഞ വാചകം ഏത് ഷെഡ്യൂൾ എന്ന് ചോദിച്ചാൽ മൂന്നാം ഷെഡ്യൂൾ. നാലാം ഷെഡ്യൂൾ. നാലാം ഷെഡ്യൂളിനെ സൂചിപ്പിക്കുന്ന കോഡക്ഷരം R. R എന്നാൽ രാജ്യസഭ. ഓരോ സംസ്ഥാനത്തിനും കേന്ദ്രഭരണ പ്രദേശത്തിനും രാജ്യസഭയിലേക്ക് എത്ര സീറ്റുകളുണ്ട് എന്ന് കാണിക്കുന്നത് നാലാം ഷെഡ്യൂളിലാണ്. കേരളത്തിന് അനുവദിച്ച രാജ്യസഭാ സീറ്റുകൾ 9 എന്ന് ഈ ഷെഡ്യൂളിൽ കാണാം. നിയമസഭകളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഡൽഹി, ജമ്മു ആൻഡ് കാശ്മീർ, പുതുച്ചേരി എന്നിവ. അവിടെ നിന്ന് രാജ്യസഭാംഗങ്ങളുണ്ട്. നിയമസഭ ഇല്ലാത്തവയാണ് ലഡാക്ക്, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ, ചണ്ഡീഗഡ്, ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ. അവിടെ നിന്ന് രാജ്യസഭാംഗങ്ങൾ ഇല്ല. ഇനിയൊരു ചോദ്യം. താഴെ പറയുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്ക് പ്രതിനിധി ഇല്ലാത്തത് എവിടെ? ഓപ്ഷൻസ്: എ ഡൽഹി, ബി ലക്ഷദ്വീപ്, സി ജമ്മു ആൻഡ് കാശ്മീർ, ഡി പുതുച്ചേരി. ഇവിടെ ഉത്തരം ബി ലക്ഷദ്വീപ്. ലക്ഷദ്വീപിന് നിയമസഭയില്ല, അതുകൊണ്ട് തന്നെ രാജ്യസഭാംഗങ്ങളും ഇല്ല. അഞ്ചാം ഷെഡ്യൂൾ. കോഡിലെ അക്ഷരം എസ്. എസ് സൂചിപ്പിക്കുന്നത് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നിവ ഒഴികെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അതായത് പട്ടിക പ്രദേശങ്ങളും പട്ടിക വർഗങ്ങളും, ഇവയുടെ ഭരണ നിയന്ത്രണവും മാനേജ്മെൻറ്റും എങ്ങനെയാവണം എന്ന് നിർദ്ദേശിക്കുന്നതാണ് അഞ്ചാം ഷെഡ്യൂൾ. ഒഴിവായ 4 സംസ്ഥാനങ്ങൾ ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ആമേത്രമി എന്ന കോഡ് ഓർമ്മിക്കുക. ആമേത്രമിയിലെ ആ ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ഓർക്കുക, വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ പ്രത്യേകം പട്ടികപ്പെടുത്തിയ പ്രദേശങ്ങളുടെ ഭരണവും നിയന്ത്രണവും വിവരിക്കുന്ന ഷെഡ്യൂൾ അഞ്ചാം ഷെഡ്യൂൾ. അഞ്ചാം ഷെഡ്യൂളിന് കീഴിൽ വരാത്ത സംസ്ഥാനങ്ങൾ ആമേത്രമി, അതായത് ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ആറാം ഷെഡ്യൂൾ. ഇവിടെ കോഡിലെ അക്ഷരം ഒ. ഒ എന്നാൽ അതേഴ്സ്. അഞ്ചാം ഷെഡ്യൂളിൽ പറയാത്ത അതർ സ്റ്റേറ്റുകളായ ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നീ വടക്ക് കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ
ഗിരിവർഗ മേഖലയുടെ സ്വയംഭരണം സംബന്ധിച്ചുള്ളതാണ് 6-ാം ഷെഡ്യൂൾ. ഇവിടെ ഒരു ചോദ്യം. താഴെ പറയുന്നതിൽ 6-ാം ഷെഡ്യൂൾ ബാധകമാകാത്ത സംസ്ഥാനം ഏത്? ഓപ്ഷൻസ്: എ ആസാം, ബി മണിപ്പൂർ, സി മേഘാലയ, ഡി ത്രിപുര. ഇവിടെ ഉത്തരം ബി മണിപ്പൂർ. 6-ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട 4 സംസ്ഥാനങ്ങൾ ആമി ത്രിമി, അതായത് ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. 5-ാം ഷെഡ്യൂളിൽ ഇല്ലാത്ത 4 സംസ്ഥാനങ്ങൾ ഇവ തന്നെ: ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. 7-ാം ഷെഡ്യൂൾ. കോഡിലെ 7-ാമത്തെ അക്ഷരം എഫ്. എഫ് എന്നാൽ ഫെഡറൽ സ്ട്രക്ചർ, അതായത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനമാണ് ഷെഡ്യൂൾ 7-ലെ ഉള്ളടക്കം. അധികാരങ്ങൾ വിഭജിച്ചുകൊണ്ടുള്ള 3 ലിസ്റ്റുകളാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവ. യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ ആദ്യമുണ്ടായിരുന്നത് 97 വിഷയങ്ങളായിരുന്നു. ഇപ്പോൾ അത് 98. ഈ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര സർക്കാരിനോ ഇന്ത്യൻ പാർലമെൻറ്റിനോ മാത്രമാണ് പ്രത്യേക അധികാരം. സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ ആദ്യമുണ്ടായിരുന്നത് 66 വിഷയങ്ങൾ. ഇപ്പോൾ അത് കുറഞ്ഞ് 59 വിഷയങ്ങൾ. ഈ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമാണ് പ്രത്യേക അധികാരം. കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റിൽ ആദ്യമുണ്ടായിരുന്നത് 47 വിഷയങ്ങളായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 52 വിഷയങ്ങൾ. യൂണിയൻ പാർലമെൻറ്റിനും സംസ്ഥാന നിയമസഭകൾക്കും നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ളതാണ് കൺകറന്റ് ലിസ്റ്റ്. ഒരു ചോദ്യം. ഗവൺമെൻറ്റിന് നികുതിയും ഫീസുകളും ചുമത്താനുള്ള അധികാരം ഏത് ഷെഡ്യൂളിലാണ്? ഉത്തരം 7-ാം ഷെഡ്യൂൾ. അടുത്തത് 8-ാം ഷെഡ്യൂൾ. കോഡിലെ അക്ഷരം ഒ. ഒ എന്നത് ഒഫീഷ്യൽ ലാംഗ്വേജസ്, ഔദ്യോഗിക ഭാഷകൾ. ഈ ഒ ഓൾഡ് എന്ന വാക്കിലെ ഒ ആണ്. ഓൾഡിലെ OL എന്നത് ഒഫീഷ്യൽ ലാംഗ്വേജിൻ്റെ ഷോർട്ട് ഫോം എന്ന് ഓർക്കുക. 1949 നവംബർ 26 അംഗീകരിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഔദ്യോഗിക ഭാഷകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 14. ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കാശ്മീരി, മലയാളം, മറാത്തി, ഒറിയ, പഞ്ചാബി, സംസ്കൃതം, തമിഴ്, തെലുങ്ക്, ഉറുദു എന്നിവയാണ് ആ 14 ഔദ്യോഗിക ഭാഷകൾ. ഇവയ്ക്ക് ശേഷം 8 എണ്ണം കൂടി 8-ാം ഷെഡ്യൂളിൽ ചേർത്ത് ഇപ്പോൾ ആകെ ഔദ്യോഗിക ഭാഷകൾ 22. 8 ഭാഷകൾ കൂടി ചേർക്കാൻ വേണ്ടി വന്നത് 3 ഭരണഘടനാ ഭേദഗതികളാണ്. ആദ്യം 21st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1967 കൂട്ടിച്ചേർത്ത ഭാഷ സിന്ധി. രണ്ടാമത് 71st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1992 കൂട്ടിച്ചേർത്ത ഭാഷകൾ കൊങ്കണി, നേപ്പാളി, മണിപ്പുരി, 3 ഭാഷകൾ. മൂന്നാമത്തേത് 92nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 2003 കൂട്ടിച്ചേർത്തത് ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താലി എന്നീ 4 ഭാഷകൾ. 1967 21ാം ഭേദഗതിയിലൂടെ സിന്ധി. 1992 71ാം ഭേദഗതിയിലൂടെ കൊങ്കണി, നേപ്പാളി, മണിപ്പുരി. ഇവിടെ കൊനേമണി എന്ന കോഡ് ഓർക്കുക. കൊനേമണി എന്നാൽ കൊങ്കണി, നേപ്പാളി, മണിപ്പുരി. 2003 92ാം ഭേദഗതിയിലൂടെ ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താലി. ഇവിടെ BDMS എന്ന കോഡ് ഓർക്കുക. B ബോഡോ, D ഡോഗ്രി, M മൈഥിലി, S സന്താലി. 2003 ഈ ഭേദഗതി നിയമം നടപ്പിലായത് 2004 എന്നും ഓർക്കുക. 8 ഭാഷകൾ 8-ാം ഷെഡ്യൂളിൽ പിന്നീട് ചേർക്കാൻ വേണ്ടി വന്നത് 3 ഭേദഗതികൾ. അവ 21, 71, 92 എന്നീ ഭേദഗതികൾ. 21 + 71 = 92.
എന്ന ബന്ധം ഓർക്കുക. അങ്ങനെ 21, 71, 92 എന്ന് എളുപ്പം ഓർക്കാൻ കഴിയും. 21 + 71 = 92. ഇനിയൊരു ചോദ്യം. താഴെ പറയുന്നവയിൽ ഷെഡ്യൂൾ 8 ഉൾപ്പെടുത്താത്ത ഔദ്യോഗിക ഭാഷ ഏത്? ഓപ്ഷൻസ്: എ നേപ്പാളി, ബി മൈഥിലി, സി സന്താലി, ഡി ഇംഗ്ലീഷ്. ഇവിടെ ഷെഡ്യൂൾ 8 ഇല്ലാത്ത ഭാഷ ഇംഗ്ലീഷ്. 9-ാം ഷെഡ്യൂൾ. കോഡിലെ അക്ഷരം എൽ. എൽ എന്നാൽ ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണം. ഭൂപരിഷ്കരണം, സെമിന്ദാരി സമ്പ്രദായം നിർത്തലാക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ക്രമീകരണവും രേഖപ്പെടുത്തിയ ഷെഡ്യൂൾ 9-ാം ഷെഡ്യൂൾ. മൗലികാവകാശ ലംഘനം എന്ന കാരണത്താൽ ജുഡീഷ്യൽ അവലോകനത്തിന് വിധേയമാകുന്ന നിയമങ്ങളെ സംരക്ഷിക്കാൻ കൂടിയുള്ളതാണ് 9-ാം ഷെഡ്യൂൾ. ഇനിയൊരു ചോദ്യം. ഒരു നിയമം ഏത് ഷെഡ്യൂളിൽ പെടുത്തിയാൽ അതിൻ്റെ സാധ്യത കോടതിയിൽ ചോദ്യം ചെയ്യാനാവില്ല? ഉത്തരം: 9-ാം ഷെഡ്യൂൾ. ഇതോടൊപ്പം ഒരു കാര്യം ഓർക്കുക. 1973 ഏപ്രിൽ 24 ശേഷം ഈ ഷെഡ്യൂളിൽ പെടുത്തിയ നിയമങ്ങൾക്ക് ജുഡീഷ്യൽ റിവ്യൂ ബാധകമാണെന്ന് കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലാക്ക് ബോക്സ് എന്നറിയപ്പെടുന്ന പട്ടിക ഏത്? ഉത്തരം: 9-ാം ഷെഡ്യൂൾ. 9-ാം ഷെഡ്യൂൾ ഇന്ത്യൻ ഭരണഘടനയിൽ ചേർത്ത ഭരണഘടനാ ഭേദഗതി 1-ാം ഭേദഗതി 1951. അടുത്തത് 10-ാം ഷെഡ്യൂൾ. കോഡിലെ അക്ഷരം ഡി. ഡി എന്നാൽ ഡിഫെക്ഷൻ അഥവാ കൂറുമാറ്റം. കൂറുമാറ്റം നടത്തുന്ന പാർലമെൻറ്റ് അംഗങ്ങളെയും സംസ്ഥാനത്തിലെ ജനപ്രതിനിധികളെയും അയോഗ്യരാക്കുന്ന നിയമങ്ങളടങ്ങുന്നതാണ് 10-ാം ഷെഡ്യൂൾ. 10-ാം ഷെഡ്യൂൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ അഥവാ കൂറുമാറ്റ വിരുദ്ധ നിയമം. ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ഒരു ജനപ്രതിനിധി തൻ്റെ പാർട്ടിയുടെ വിപ്പ് ലംഘിക്കുകയോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയോ ചെയ്യുന്നതിൽ നിന്ന് അയാളെ വിലക്കുന്ന നിയമമാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമം. ഇനിയൊരു ചോദ്യം. കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ പട്ടിക ഏത്? ഉത്തരം: 10-ാം പട്ടിക. ഓർക്കുക, 10-ാം പട്ടിക ഭരണഘടനയിൽ ചേർത്ത ഭരണഘടനാ ഭേദഗതി 52-ാം ഭേദഗതി 1985. 11-ാം ഷെഡ്യൂൾ. കോഡിലെ അക്ഷരം പി. പി എന്നത് പഞ്ചായത്ത്. പഞ്ചായത്തുകളുടെ അവകാശങ്ങൾ, കർത്തവ്യങ്ങൾ, അധികാരങ്ങൾ എന്നിവ വിശദീകരിക്കുന്നതാണ് 11-ാം ഷെഡ്യൂൾ. പഞ്ചായത്തുകൾക്ക് പ്രവർത്തിക്കാൻ നൽകിയിരിക്കുന്നത് എത്ര വിഷയങ്ങൾ എന്ന് ചോദിച്ചാൽ 29 എണ്ണം. 29. ചോദ്യം. താഴെ പറയുന്നവയിൽ പഞ്ചായത്തുകളുടെ പ്രവർത്തന വിഷയത്തിൽ പെടാത്തതേത്? ഓപ്ഷൻസ്: എ കുടിവെള്ളം, ബി ഗതാഗതം, സി ഗ്രന്ഥശാലകൾ, ഡി ഇവയൊന്നുമല്ല. ഇവിടെ ഉത്തരം ബി ഗതാഗതം. ഓർക്കുക, 11-ാം ഷെഡ്യൂൾ ഭരണഘടനയിൽ ചേർത്ത ഭേദഗതി 73-ാം ഭേദഗതി 1992. അവസാനമായി 12-ാം ഷെഡ്യൂൾ. കോഡിലെ അക്ഷരം എം. എം എന്നത് മുനിസിപ്പാലിറ്റി. മുനിസിപ്പാലിറ്റികളുടെ അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, കടമകൾ എന്നിവയെക്കുറിച്ചുള്ളതാണ് 12-ാം ഷെഡ്യൂൾ. മുനിസിപ്പാലിറ്റികൾക്ക് പ്രവർത്തിക്കാൻ നൽകിയിട്ടുള്ള വിഷയങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ 18 എണ്ണം. 18. ഓർക്കുക, 12-ാം ഷെഡ്യൂൾ ഭരണഘടനയിൽ ചേർത്ത ഭേദഗതി 74-ാം ഭേദഗതി 1992. ഡിയർ ഫ്രണ്ട്സ്, ഇന്ത്യൻ ഭരണഘടനയിലെ 12 പട്ടികകളെക്കുറിച്ചാണ് ഇതുവരെ വിവരിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.